ഡോക്ടർ ബി.ആർ. അംബേദ്കറിനെ കുറിച്ചുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമർശത്തിൽ പാർലമെന്റ് ഇന്നും പ്രതിഷേധം. സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷ എംപിമാർ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിൽ ഇറങ്ങി. അമിത്ഷാ മാപ്പ് പറയണമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷം പ്രതിഷേധം ഘടിപ്പിച്ചതോടെ പാർലമെന്റ് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ഇന്ന് രാവിലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെയും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും നേതൃത്വത്തിൽ പ്രതിപക്ഷ എംപിമാർ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു. ഐ ആം അംബേദ്കർ എന്നെഴുതിയ പ്ലക്കാർഡുമായി വിജയ് ചൗക്കിൽ നിന്നും മാർച്ച് നടത്തിയാണ് നേതാക്കൾ പാർലമെന്റ് കവാടത്തിലെത്തിയത്. അംബേദ്കറിനെ അപമാനിച്ച അമിത്ഷാ മാപ്പ് പറയണമെന്ന് നേതാക്കൾ ആവർത്തിച്ചു. വ്യാഴാഴ്ചയിലെ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റ് കവാടത്തിൽ ഒരു തരത്തിലുള്ള പ്രതിഷേധങ്ങളും പാടില്ലെന്ന സ്പീക്കർ ഓം ബിർളയുടെ നിർദ്ദേശം തള്ളിയാണ് പ്രതിപക്ഷം ഇന്നും പ്രതിഷേധം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്ത നടപടിക്കെതിരെയും പ്രതിപക്ഷം ആഞ്ഞടിച്ചു. പാർലമെന്റ് പിരിഞ്ഞതിനു ശേഷം സ്പീക്കർ വിളിച്ചു ചേർത്ത ചായ സൽക്കാരത്തിലും തങ്ങൾ പങ്കെടുക്കില്ലെന്ന് പ്രതിപക്ഷ നേതാക്കൾ അറിയിച്ചു. പ്രതിപക്ഷ എംപിമാർക്കെതിരെ വധശ്രമത്തിനടക്കം കേസെടുക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ സ്പീക്കർ സംഘടിപ്പിക്കുന്ന ചായ സൽക്കാരത്തിൽ പങ്കെടുക്കേണ്ട കാര്യം എന്താണെന്നും നേതാക്കൾ തുറന്നടിച്ചു. സഭയിൽ സംസാരിക്കാൻ പോലുമുള്ള അവസരം ഭരണകക്ഷി നേതാക്കൾക്ക് അനുവദിച്ചില്ലെന്നും നേതാക്കൾ പറഞ്ഞു. राहुल गांधी एक एमपी को धक्का लगा, मेरे ऊपर गिर पड़ा और मैं नीचे गिर गया। अमित शाह माफी मांगो, माफी मांगो, माफी मांगो।